ഹായ്, ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് റിവ്യൂ ആണ്. ആക്ച്വലി ഈ റിവ്യൂ ചെയ്യേണ്ട കാര്യമൊന്നും ഇന്നത്തെ ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല. സൺഡേ ആണ്, നമുക്ക് എന്തൊക്കെയോ കൂടുതൽ വിരുന്ന് ഒഴുക്കും എന്നൊക്കെയായിരുന്നു പ്രമോയൊക്കെ. പ്രമോയിൽ കാണിച്ച കണക്ക് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പ്രമോയിൽ മോഹൻലാൽ തിരിഞ്ഞു മാറി പോകുന്ന ഒരു സീനാണ് കാണിച്ചിട്ടുള്ളത്. അത് മറ്റൊന്നുമല്ല, ആദില നോമിനേഷനിലുണ്ട്. ആദിലെ ഔട്ടാക്കാനായിട്ട് അവിടെ നിർത്തിയിരിക്കുകയാണ്. അപ്പം ആദില ഇന്നാണെന്ന് അറിയിക്കപ്പെടുന്നുണ്ട്. ഈ ഇന്നാണെന്ന് അറിയിക്കുമ്പോൾ കൗതുകത്തിൽ അല്ലെ എക്സൈറ്റ്മെൻറ്റിൽ നൂറയും നമ്മുടെ അനുമോളും കൂടെ ചാടി അങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്. ഡോർ തുറന്ന് അങ്ങോട്ട് ഇറങ്ങി അവളെ കെട്ടിപ്പിടിക്കുക, ഉമ്മമ്പയ്ക്ക് കൊഞ്ച് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് അനുമോൾ കാണിക്കണം. എന്തിനാണ് എന്ത് വാഴയ്ക്ക് കാണിക്കണമെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും അനുമോ കിട്ടൊരു കൊട്ട് കൊട്ടാൻ ഒരു മിനിറ്റ് കിട്ടിയാൽ, ഒരു സെക്കൻഡ് കിട്ടിയാൽ വിട്ടുപോകാത്ത നമ്മുടെ ലാലപ്പ അനുമോളെ ശരി അങ്ങോട്ട് പറയുന്നുണ്ട്. അതാണ് അതിനുശേഷം ലാൽ പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ അങ്ങ് പോവുകയാണെന്ന്. അതായത് വേറൊന്നുമല്ല, ആ ഒരു സീൻ കാണിച്ചാൽ മാത്രമേ ആളുകൾ ഇന്നത്തെ എപ്പിസോഡ് കാണുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര ബോറടിയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് എന്നുള്ളത് വാസ്തവം. കാരണം ഇന്നലത്തതിൻ്റെ ബാക്കി എന്തെങ്കിലും ഇന്ന് ഉണ്ടാവുമെന്ന് വെച്ചാൽ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു ഡിസ്കഷനും ഇല്ല. ഞാൻ ഈ എപ്പിസോഡ് റിവ്യൂ ചെയ്യാനുള്ള ഒരു റീസൺ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് 50 ദിവസമായി കേക്ക് കട്ടിങ് നടക്കുന്നു. വേറെ എക്സൈറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ടാസ്കുകളോ ഒന്നും അവിടെ ഇല്ല. ഒരു കാര്യം അവിടെ നടന്നതിനെ പറ്റിയൊന്ന് പറയണമെന്ന് തോന്നിയത് കൊണ്ട് ചെയ്യുന്നതാണ് എപ്പിസോഡ്. ആക്ച്വലി ഈ നമ്മൾ കഴിഞ്ഞ ദിവസത്തേക്ക് ഫൈറ്റ് കണ്ടിരുന്നു. തേഴ്സ്ഡേ ഒക്കെ നടന്ന ഫൈറ്റിൽ അഭിലാഷ് ഒരുപാട് രീതിയിൽ ഷാനവാസിനെ അവഹേളിക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. ഷാനവാസ് എന്ന വ്യക്തിയെ പട്ടിയെന്നും ഒരുപാട് രീതിയിൽ മോശം പറയുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഭിലാഷിനൊരു ന്യായവാദം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ചെന്നായി എന്ന് വിളിച്ചു എന്നാണ്. ആട്ടിൻ തോലണിഞ്ഞ ചെന്നായി എന്ന് സിംബോളിക്കലി ഒരു വിഷയം അവതരിപ്പിച്ചു എന്നതിനപ്പുറം ആരെയാം അദ്ദേഹം ചെന്നായി എന്ന് വിളിച്ചിട്ടില്ല. അതേപോലെ തന്നെ റിയാസ് ആണ് തുടങ്ങി വെച്ചത്. ഷാനവാസ് അത് ഏറ്റുപിടിച്ചു കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഷാനവാസ് ചെയ്ത ടാസ്ക് പോലും സൂപ്പറായിരുന്നു. അതല്ല എന്ന് പറയാനാണ് മോഹൻലാൽ കൂടുതലും ശ്രമിച്ചത്. മൊത്തത്തിൽ ഷാനവാസിനെ ഡീഗ്രേഡ് ചെയ്യുന്ന ഒരു ലെവലാണ് മിക്കവാറും കാണുന്നത്. അവിടെ ആപ്റ്റായിട്ടുള്ള 3 കണ്ടസ്റ്റൻറ്റ് ഞാൻ കണ്ടിട്ടുള്ളൂ. 1 അനുമോളാണ്, 2 ഷാനവാസ്, പിന്നെ അനീഷ്. ഇവർ 3 പേരിൽ ഒരാൾക്ക് കപ്പ് കിട്ടണമെന്നാണ് പേഴ്സണലി എൻ്റെ അഭിപ്രായം. ഇപ്പം ലക്ഷ്മി വന്നതുകൊണ്ട് ലക്ഷ്മിയോടൊരു ചെറിയ താല്പര്യം ഉണ്ട്. പ്രവീൺ ഉണ്ടായിരുന്നെങ്കിൽ പ്രവീണിനെയും കൂടെ ആഡ് ചെയ്യണം. ബാക്കിയുള്ളവരൊക്കെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കേട്ടോ. ഒരു ജെന്യുവൻ കണ്ടസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് ഇവരെ ആരെയും ഫീൽ ചെയ്യുന്നില്ല. പ്യുവർ സോൾസ് ആയിട്ട് ഇവരെ 3 പേരെ മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം പ്യുവർ സോളാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് നിൽക്കുക. ഇവർ ഈ 3 പേരിൽ ആരെ നിങ്ങൾക്ക് സൗഹൃദത്തിൽ കിട്ടിയാലും ബെനിഫിറ്റാണ്. കാരണം അത്രത്തോളം അവർ ഡീപ്പായിട്ട് ആ സൗഹൃദത്തിനെ എടുക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു വന്നത് ബാഡ് വേർഡ്സാണ്. യൂഷ്വലി എല്ലാ ഈ എപ്പിസോഡുകളും മീൻസ് എല്ലാ സീസണുകളിലും ഇത്തരം ബാഡ് വേർഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഗസ്റ്ററുകൾ ഉപയോഗിക്കും, ബാഡ് വേർഡ്സ് പറയും, കുറച്ച് മോഡറേറ്റ് തെറികൾ ഉപയോഗിക്കാറുണ്ട്. ഇത് കുറച്ച് ലോക്കലായിട്ടുള്ള തെറികളാണ് ഇതിനകത്തുനിന്ന് വരുന്നത്. ഈ തെറികൾ ഒരു പരിധിവരെ സ്റ്റോപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം നാട്ടിൻപുറത്തിലൊക്കെ ഉള്ള ആൾക്കാർ തമ്മി സംസാരിക്കുമ്പോൾ അങ്ങനെ എടുത്തെടുത്തൊക്കെ പറയില്ല, നാറി ഇതേ അങ്ങനെയൊക്കെ കുറേ പറയുമല്ലോ. അതിപ്പം അനീഷും ഷാനവാസും തമ്മിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് നമുക്ക് കുറച്ച് അരുമയായിട്ട് തോന്നും. അതിൻ്റെ റീസൺ അവരത് സൗഹൃദപരമായിട്ടാണ് അങ്ങനെ വിളിക്കുന്നത്. പട്ടി എന്ന് വെള്ളം ചേർക്കാതെ വിളിച്ച വൃത്തികെട്ടവനെ പറ്റി ഡിസ്കസ് ചെയ്യാതെ സംസാരിക്കാതെയോ ഇരുന്നത് തെറ്റാണ്. പോട്ടെ, സമയമില്ല. പരസ്പരം എല്ലാവരും സോറി പറഞ്ഞ് പിരിയാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരം കൊടുക്കുന്നു. ഇൻ്റലക്ച്വൽ മൂവ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു മൂവ് ആയിരുന്നു ബിഗ് ബോസിൻ്റെത്, മോഹൻലാലിൻ്റെത് നമ്മൾ അംഗീകരിച്ചു. അതും നമ്മൾ അംഗീകരിച്ചു. പക്ഷേ അക്ബറിന് ആരാണ് ഈ അതോറിറ്റി കൊടുത്തിരിക്കുന്നത്? ഓരോ വീക്കെൻഡിലും അക്ബറിനൊരു പാരഡി ഗാനത്തിന് പെർമിഷൻ കൊടുക്കുകയാണ്. അതെന്തിനാണ്? അത് പാരഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വൃത്തികെട്ട രീതിയിൽ കണ്ടസ്റ്റൻസിനെ ഓരോരുത്തരും കണ്ടസ്റ്റൻസിനോടൊരു റെസ്പെക്റ്റ് ഇല്ലാതെ വളരെ മോശമായിട്ട് അവരെ നാറിയെന്നും കഴുതയെന്നും ജറ്റയെന്നും ഒക്കെ പ്രതിപാദിച്ചു കൊണ്ടുള്ള ഒരു പാരഡി ഗാനം. അത് വളരെ സന്തോഷപൂർവ്വമായിട്ട് നിന്ന് ആസ്വദിക്കുന്ന മോഹൻലാൽ. എനിക്കിത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ പുച്ഛമാണ് തോന്നിയത്. ശരിയാണ്, നമ്മൾ ചുരുളി പോലുള്ള സിനിമകൾ ഇറങ്ങി അതിലൊക്കെ ചീത്ത വാക്കുകൾ വരുന്നുണ്ട്. നമ്മളും ഒക്കെ ചീത്ത വാക്കുകൾ ഉപയോഗിക്കുന്നത് തന്നെ തർക്കമില്ല. പക്ഷെ അതൊരു പബ്ലിക് ഷോയാണ്. അങ്ങനെ ചീത്ത വാക്കുകൾ ഉപയോഗിക്കാത്ത ഒരു വിഭാഗം ജനതയും അതിൻ്റെ വ്യൂവേഴ്സാണ്. അവരെടുത്ത് നിങ്ങൾ എന്താണ് ഉത്തരം പറയാൻ പോകുന്നത്? അത് മാത്രമല്ല, അഭിലാഷ് പോലെ ഒരുപാട് പേര് അവിടെ ബാഡ് വേർഡ്സ് ഉപയോഗിക്കുന്നവരുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് വെച്ച് ഡിസ്കസ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യിക്കുന്നതിന് പകരം അക്ബറിനെ പോലെ ഒരു വ്യക്തിയുടെ അടുത്ത് കൂടുതൽ ചീത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊള്ളൂ എന്നൊരു പെർമിഷൻ കൊടുക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? അതൊരു എന്താ പറയണേ, ഒന്നുകിൽ അത് ഒരു കോമൺ സെൻസ് ഇല്ലായ്മ എന്ന് പറയാം, അല്ലെങ്കിൽ ഇതേ അറിയുള്ളൂ നിങ്ങൾക്ക്. അയാളുടെ പാരഡി ഗാനം കേട്ടാൽ സത്യം പറഞ്ഞാൽ ചത്ത് കിടക്കുന്ന ശവമാണെങ്കിൽ എഴുന്നേറ്റ് അവരുടെ ചെവിക്കിൽ വളക്കൊരെണ്ണം കൊടുക്കും. അമ്മാതിരി വൃത്തികെട്ട സ്റ്റേറ്റ്മെന്റ് ആണ് ആ അക്ബർ ഓരോരുത്തരെയും പറഞ്ഞിട്ടുള്ളത്. അനീഷിനെ പറഞ്ഞത്, അനുമോള് എന്തോ ചപ്പാത്തി കള്ളിയാണ്. ആ പെൺകുട്ടി ഏറ്റവും കൂടുതൽ ഹേർട്ടഡ് ആകുന്നത് അവളെ കള്ളി എന്ന് വിളിക്കുമ്പോഴത്തേക്കാണ്. അങ്ങനെ 1 by 1 ഓരോരുത്തരെയും പറയുന്നുണ്ട്. ഇനി
തന്നെ പറഞ്ഞില്ല എന്ന് വേണ്ടാന്ന് വെച്ചിട്ട് തനിക്കിട്ട് ഒരു താങ്ങൽ അങ്ങ് അക്ബർ താങ്ങി അങ്ങ് കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇത് ഏറ്റുപാടാൻ പിന്നെയും. ഇത് കോമഡി ആയിട്ടാണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യണേ? എനിക്കിത് കോമഡി ആയിട്ടല്ല ഫീൽ ചെയ്യണത്, നല്ല അടി കൊള്ളാത്തതിൻ്റെ കുറപ്പായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യണത്. അല്ലെങ്കിൽ ആരാ ഈ അക്ബർ? എപ്പോൾ വന്നാലും എല്ലാ വീക്കെൻഡ് എപ്പിസോഡിലും പിന്നെ മോഹൻലാൽ വന്നിട്ട് അക്ബറെ പറയൂ, എന്താ അക്ബറാണോ അധികാരി? അക്ബറിനെയാണ് അവിടെ നിന്ന് ആദ്യം പോച്ച് പുറത്ത് അടിക്കേണ്ടത്. അപ്പോൾ അത്രത്തോളം വൃത്തികേടാണ് അതിനകത്ത് കിടന്ന് കാണിക്കുന്നത്. പിന്നെ അവനെന്തോ അവൻ്റെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്ന ഒരു കാര്യം, അവനാണ് അതിൻ്റെ അധികാരി എന്ന് തോന്നും. ബാക്കിയുള്ളവരൊക്കെ അവൻ്റെ സെർവൻ്റായിട്ട് ഇവിടെ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അക്ബർ അട്ടർ വേസ്റ്റാണ്. മിക്കവാറും ഇപ്പോൾ ആദില നൂറ വിഷയങ്ങളാണെങ്കിൽ പോലും ഒരുപാട് വിഷയങ്ങളുടെ മൂല കാരണം ആരെന്ന് ചോദിച്ചാൽ അത് അക്ബർ തന്നെയാണ്. അക്ബറിൻ്റെ ഉമ്മായിൽ തുടങ്ങിയാണ് ഈ പ്രശ്നങ്ങളുടെ ആദ്യം തുടക്കം. അതുവരെ നമുക്ക് ആ കുട്ടികളുടെ അടുത്തൊരു പ്രശ്നമോ ആ കുട്ടികൾ അവിടെ വരുന്നതിനോ ഒന്നും ആരും ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞ ഒരു കമൻറ്റ് പോലും ഇട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഞാനാണ് മിക്കവാറും വീഡിയോ ചെയ്തിട്ടുള്ളത് ഈ നൂറ എന്ന് പറയുന്ന കുട്ടി അക്സെപ്റ്റൻസ് ഇല്ല, മറ്റവർക്ക് മാത്രമാണ് അക്സെപ്റ്റൻസ്. അപ്പോൾ എൻ്റെ താഴെ എനിക്ക് വന്ന വീഡിയോസിൻ്റെ താഴെ കുറേ കമൻസ് ഒക്കെ ഞാൻ കണ്ടിട്ട് ഞാനതൊക്കെ കണ്ടു. അതിനകത്ത് എഴുതി വയ്ക്കുന്നുണ്ട് നൂറ അങ്ങനെയാണെങ്കിൽ ഞാൻ വേറെ ഒരാളെ കണ്ടിട്ടുണ്ട് അവരിങ്ങനെയാണ്. നിങ്ങളിത് ജനറലൈസ് ചെയ്യാനും എക്സ്പ്ലെയിൻ ചെയ്യാനും വരാതിരിക്കും. ഒരു അമ്മയോട് സംസാരിച്ചാൽ മതി. ഇപ്പോൾ എൻ്റെ കുഞ്ഞിനൊരു സ്ത്രൈണതയുണ്ടെങ്കിൽ ആദ്യം മനസ്സിലാക്കുക ഞാനാണ്. എൻ്റെ കുട്ടിക്ക് ഒരു ട്രബിൾ ഉണ്ടെങ്കിൽ അത് ആദ്യം മനസ്സിലാക്കുക ഞാനാണ്. ആ ഉമ്മ അത്രത്തോളം അത് എതിർക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തോ ഉണ്ട്. അവർ കൗൺസിലിംഗ് കൊടുക്കണം എന്ന് പറഞ്ഞ് അത് മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ അവർക്കത് പൂർണ്ണ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവർ കൗൺസിലിങ്ങിനൊരു ഡോക്ടറല്ലേ ഏർപ്പാടാക്കുക. സോ ഡോക്ടർ വന്ന് സംസാരിക്കുകയാണെങ്കിൽ മകളോട് സംസാരിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു കൊടുക്കേണ്ടല്ലേ പേരൻസിനോട്, ഇത് അതാണ് അവരെ വിട്ടേക്കൂ എന്നല്ലേ പറയാണ്. അങ്ങനെ അവർ പറഞ്ഞില്ലല്ലോ. അവർ കൗൺസിലിംഗ് കൂടെ ശരിയാക്കാന്നല്ലേ ഡോക്ടർ പറഞ്ഞത്. അവർക്ക് ഫേവറുള്ള ഡോക്ടറൊന്നും അല്ലല്ലോ വന്നത്. അപ്പോൾ എന്താണിത്? ഇത് സത്യം പറഞ്ഞാൽ പെൺകുട്ടി ട്രാപ്പിഡാണെന്ന് ഞാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഈ ഡിസ്കഷൻ അവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല, അവരുമായിട്ട് സഹകരിക്കരുത്, അവരെ നീക്കി നിർത്തണം എന്നൊക്കെ പറഞ്ഞത് അക്ബറിൻ്റെ അമ്മയാണ്. അക്ബറിൻ്റെ അമ്മയ്ക്കാണ് ആദ്യമായിട്ട് തന്നെ മകനോട് സംസാരിക്കാനുള്ള അവസരം വരെ കിട്ടിയത്. ഷാനവാസിനെ അവരുടെ ഇത് കിട്ടിയത് എനിക്ക് അതുപോലും ചൊറിച്ചിലാണ്. എന്ത് സംഗതിയാണ്? ഒരു ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോയിട്ട് പിന്നെ ഭാര്യ വിളിക്കുന്നു, അമ്മ വിളിക്കുന്നു, എങ്കിൽ പിന്നെ എന്തുവാണ്? ലോകത്തിന് ഗതി അറിയാതെ മറ്റേ സമയം അറിയാതെ എന്നൊക്കെ പറഞ്ഞ് പാട്ട് വിട്ടിട്ട് ഇതെന്തുവാപ്പാ കാണിക്കുന്നതെന്നൊരു തോന്നലുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം അതായിരുന്നു, ആ പെണ്ണിന് ജാസ്മിന് അച്ഛൻ സംസാരിക്കാനുള്ള ഇതൊക്കെ കൊടുക്കുന്നതൊക്കെ. പക്ഷെ ഒരു കാര്യം പറയാല്ല, ഇത് ഈ എപ്പിസോഡ് കുറച്ച് സ്വാരസ്യമായി, അത്യാവശ്യം നമുക്ക് ഇപ്പോൾ പൊതുസമൂഹം ഡിസ്കഷൻ നടത്തേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടുള്ള നല്ല ഒരു ഇതിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മോഹൻലാൽ ഈ ഒരു എപ്പിസോഡ് ഫ്ലോപ്പാക്കി വിട്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിനകത്ത് അക്ബർ ചെയ്യുന്ന ഈ ചെയ്ത് അടുത്ത ആഴ്ചയെങ്കിലും റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അവൻ അവിടെ നിന്ന് ഇറക്കി വിടുക. പാരഡി ഗാനം ഉണ്ടാക്കണമെങ്കിൽ അത് മോഹൻലാലിനെയും കൂടെ ഉണ്ടാക്കണം. അത് ഇങ്ങനെയായിരിക്കണം പറയേണ്ടത്. ഈ ലോകത്തിന് ഗതി അറിയാതെ അതേ ട്യൂണിൽ പാടണം. മോഹൻലാൽ എന്നൊരു നാറി വരും, എല്ലാ ആഴ്ചയിലും നാറി വരും, എന്താ പ്രശ്നം എന്ന് ചോദിക്കും, എന്നിട്ട് മോങ്ങിക്കൊണ്ട് തിരിച്ചു നടക്കും, ചക്ക തരും, ചേന തരും, ചേമ്പ് തരും, വേറൊരു വാഴയും തരത്തിലൊരു വാഴ വരും, ഇങ്ങനെയൊക്കെ കുറേ പറഞ്ഞിട്ട് നാറി എന്നും വാഴയെന്നും മോഹൻലാലിനെ അക്ബർ പറയണമെന്ന് കേൾക്കണം. കണ്ടസ്റ്റന്റിനെ മാത്രം എടുത്തു വെച്ച് ഊക്കിയാൽ പോരല്ല, ആ ഊക്ക് തങ്ങൾക്കും കൂടെ കിട്ടുമ്പോഴേ തനിക്ക് മനസ്സിലാവുള്ളൂ. താൻ ഇത്രയൊക്കെ ഒരു മെച്ചൂരിറ്റി വന്ന മനുഷ്യനല്ലേടോ, തനിക്കൊരു കോമൺ സെൻസ് ഇല്ലയോ? ഈ എന്ത് പാരടി അത് നിന്നങ്ങ് ആസ്വദിക്കുകയാണ് ഞെളിഞ്ഞുകൊണ്ട്. നാണ ഇല്ലെന്നേ എനിക്ക് ചോദിക്കാനുള്ളൂ. ഒരു അല്പം ഉളുപ്പുണ്ടെങ്കിൽ ആ പാരഡി ആസ്വദിക്കാൻ തോന്നും. ഒരു വ്യക്തിക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യം എന്താണോ അത് പാരഡി രൂപയാണ് അവർക്കിട്ട് കുത്തുകയാണ്. എന്നിട്ട് 4 കൊപ്പ എന്നെ ഒരു കുത്ത് ഞാനങ്ങ് കുത്തി, ഞാനല്ലേ കുത്തുന്നത്, അതിനകത്ത് വലിയ വേദനയൊന്നുമില്ല. ആ കുത്ത് മറ്റൊരാളാണ് കുത്തിയെങ്കിൽ അക്ബറിനെ നോവും. ഏറ്റവും വെർബൽ റേപ്പ് ചെയ്യുന്ന ഒരു വൃത്തികെട്ട ജന്തുവാണ് അക്ബർ. ആ നാറിയെ അവനെ ആ ഒരു വിഷയം പറഞ്ഞുകൊണ്ട് സ്വാരസ്യമായി ആളുകളെ ഊക്കാൻ ഇട്ട് കൊടുക്കുന്നത് ഒട്ടും നല്ല പരിപാടിയല്ല. അനീഷ് ഒരു മാഷാണ്, അത്യാവശ്യം നാട്ടുകാർക്കിടയിൽ അക്സെപ്റ്റൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. നമുക്ക് ആദ്യം ഒരു ഇറിറ്റേഷൻ തോന്നിയെങ്കിൽ ഇപ്പം അയാളെ സത്യം പറഞ്ഞാൽ റെസ്പെക്റ്റാണ്. അയാളെയൊക്കെയാണ് കഴുതയെന്നും ചെറ്റയെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അതൊരു കോമഡി ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. അത് പിന്നെ മോഹൻലാലിനെ വേണമെങ്കിൽ വിളിക്കട്ടെ, അതാണ് നല്ലത്. അതേപോലെ മീശ മുറുക്കിയാൽ ഉടനെ മോഹൻലാൽ ആവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസിനെ പറയണത്, മോഹൻലാലിനെ കാട്ടിയും നന്നായിട്ടുണ്ട് ഷാനവാസ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മോഹൻലാൽ എന്തൊന്നാണ് ഇതിനെക്കാട്ടി ഇതാണ്. മോഹൻലാൽ ആ ലെവലിൽ വന്നിരിക്കുന്നത് അത്രയും വലിയ അനശ്വര നടനായതിൻ്റെ ബിഹൈൻഡ് ഒത്തിരി പേരുടെ എഫർട്ടുണ്ട്. നല്ല സംവിധായകരാണ് അയാൾ അവിടെ കൊണ്ടാക്കിയത്, അല്ലാതെ അയാളുടെ മാത്രം കഴിവല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ വാമനപുരം ബസ് റൂട്ട് എടുത്തങ്ങ് വെക്കും. അതിനകത്തുണ്ട് മോഹൻലാൽ എന്താണ്. ഭരതം സിനിമയുടെ ഡയറക്ടറും വാമനപുരം ബസ് റൂട്ടിൻ്റെ ഡയറക്ടറെയും വിഭാവനം ചെയ്താൽ മാത്രം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ മോഹൻലാൽ എന്ന വ്യക്തി എന്താണെന്നുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ ഡിസ്കഷൻ പറയുന്നില്ല. പക്ഷേ ഒരു കാരണവശാലും അനുഭവിച്ചു കൂടാത്ത ചില കാര്യങ്ങളുണ്ട്, അത് സ്റ്റോപ്പ് ചെയ്യപ്പെടുക തന്നെ വേണം. ഈ ഒരു വിഷയം ഡിസ്കസ് ചെയ്തില്ല എന്നതോ പോട്ടെ,
അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കിക്കോ, എന്നിട്ട് സോറിയും പറഞ്ഞോ എന്ന് പറഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളെന്താ മന്ദബുദ്ധികളാ? നമുക്കിത് എന്താണ്, എങ്ങനെയാണ് ഇത് നിങ്ങൾ ഹാൻഡിൽ ചെയ്യണത്, എങ്ങനെ ഹൗ യു വിൽ ഹാൻഡിൽ എന്നുള്ള ഒരു ഇതും കൊണ്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പ് പറഞ്ഞങ്ങ് അവസാനിപ്പിക്കുകയാണ്, എല്ലാം പറഞ്ഞങ്ങ് അവസാനിപ്പിച്ചു. ഇനി അവിടെ കിടന്ന് ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്ത സാധനം കൊണ്ട് ഇറങ്ങരുത്. എല്ലാം അങ്ങനെ തന്നെയാണ്. പകലും മുഴുക്ക കിടന്ന് അടികൂടുന്നതാണ്, രാത്രിയാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറഞ്ഞ് തീർക്കുന്നത് കാണാം. ഇതെന്തോ അടികൂടലും തീർക്കും. ഞങ്ങളിത് മെനക്കെട്ടിരുന്ന് കാണുമ്പോൾ ഞങ്ങൾക്ക് തലയ്ക്ക് വെളിവില്ലാതാവുന്നേ. ഒന്നുകിലും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് തരണ്ട ഞങ്ങൾക്ക് അറിയാതെ ഇത് കണ്ടന്റ് കണ്ടെത്തിക്കൊള്ളാനായിട്ട്. ഈ ഒരു വഴക്കും ബഹളവും തുടർന്ന് അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുകയും ബാഡ് വേർഡ്സ് ഉപയോഗിക്കുന്നത് നിർത്തലാക്കുകയും വേണം. കാരണം വീട്ടമ്മമാരാണ് കൂടുതൽ ഇത് കാണുന്നത്, അവർക്കിത് കാണാതിരിക്കാൻ ഒക്കത്തില്ല. അപ്പോൾ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരും കൂടെ ഇത് കേൾക്കും. അപ്പോൾ ഈ ബാഡ് വേർഡ്സ് ഉപയോഗിക്കുന്നത് വളരെ പരിമിതപ്പെടുത്തണം. നിർത്തൂല അവറ്റകൾ, അതറിയാം. അക്ബറിനെ പോലുള്ള ചെറ്റകൾ അവിടെ ഉള്ളിടത്തോളം നിർത്താനൊന്നും പോകുന്നില്ല, പക്ഷെ പരിമിതപ്പെടുത്തണം, കുറയ്ക്കണം. അത് ചെയ്യുന്നില്ല. പകരം നിങ്ങൾ പരസ്പരം അങ്ങോട്ട് തല്ലി തീർത്തോളി, അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം പറഞ്ഞു തീർത്തോളി എന്നാണ്. കുൽസിതം പറഞ്ഞവരെയൊക്കെ പിടിച്ച് പുറത്താക്കുകയാണ്. റെന ഫാത്തിമ പുറത്തു പോകേണ്ട, എന്നുവെച്ചാൽ ഈ വീട് പോലെ നടന്ന് ഗിയോ വിളിക്കുന്ന അവൾ പുറത്തു പോകുന്നത് തന്നെയാണ് നല്ലത്. പക്ഷെ എന്നിരുന്നാൽ പോലും ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഫോളോ അപ്പ് ചെയ്യേണ്ടത് ഫോളോ അപ്പ് ചെയ്യുന്നില്ല മോഹൻലാൽ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ എപ്പിസോഡിനകത്ത് കൂടുതലായിട്ടൊന്നുമില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും പാതിരാത്രി നിന്ന് കുരുവേ പറയുന്നുണ്ടല്ലോ, അവൾ അവനെ തട്ടണമെന്നും ഇവനെ തട്ടണമെന്നും ഒക്കെ അവിടെ ഭയങ്കര കുശുചിപ്പും കുന്നായ്മയാണ് നടക്കണം. ഇനിയിപ്പോൾ എന്ത് നടക്കണമെന്ന് നോക്കി തന്നെ അറിയണം. ആദില വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അനിമോള് ആണ് ടാർഗറ്റ് എന്ന് തോന്നുന്നു. അവിടെ ആകെ പ്രശ്നമാണ്, വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് രാവിലെ തന്നെ വീണ്ടും അടിയായിരിക്കും, ഒരു മാറ്റവും ഇല്ല, തെറിയും ഉണ്ടാവും. ഇത് സ്റ്റോപ്പ് ചെയ്യേണ്ട ആൾ സ്റ്റോപ്പ് ചെയ്യുന്നതിന് പകരം അക്ബർ എന്ന വ്യക്തിയെ ബൂസ്റ്റപ്പ് ചെയ്യാൻ, അവനെന്തോ ടാലന്റ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവനെ കൊണ്ട് ഇത് ചെയ്യിക്കാൻ, ഇത് ആരെ കൊണ്ടും പറ്റുന്ന കാര്യമാണ് മോഹൻലാലെ, ആരെ കൊണ്ടും പറ്റുന്ന കാര്യമാണ് പാരഡി എഴുതാൻ. ഇപ്പം ലാലിനെ പറ്റി പച്ചത്തെറി എഴുതി വെച്ചിട്ട് അത് പാരഡി ആയിട്ട് ഒരു സോങ്ങിന്റെ അടിസ്ഥാനത്തോടു കൂടി അങ്ങ് പാടാൻ ആരെ കൊണ്ടും പറ്റും. അതല്ലേ ഞാൻ പറഞ്ഞത്, ലോകത്തിന്റെ ഗതി അറിയാതെ എന്ന് പറഞ്ഞത് അത് വെച്ച് പാരഡിയാക്കി നിങ്ങളെ പച്ചത്തെറി വിളിക്കാൻ പറ്റും. അതൊക്കെ അനുവദിച്ചു കൊടുത്തിട്ട് അയാൾ വലിയ ടാലന്റ് ഉള്ള ആളെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരരുത്. അവൻ വെറും ചെറ്റ കൂറയാണ്. അത് മനസ്സിലാക്കിയവരാണ് പറയുന്നത്. ഏതായാലും എപ്പിസോഡ് റിവ്യൂ ഇത്രയേ ഉള്ളൂ. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.